നമ്മുടെ വീടിൻ്റെ ടെറസിലുള്ള ഗ്രോ ബാഗിൽ ഇഷ്ടപ്രകാരം നമ്മുടെ പനിക്കൂർക്ക നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ കണ്ട ഇലയൊക്കെ നല്ല വലിയ ലീഫാട്ടോ. അപ്പം ഞാൻ വിചാരിച്ചതുകൊണ്ട് എന്ത് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചതുകൊണ്ട് നമുക്ക് ഇന്നൊരു സൂപ്പാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പം ആദ്യം തന്നെ കുക്കറിലേക്ക് കുറച്ചധികം പനിക്കൂർക്കയുടെ ഇല ഇട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുത്ത് അരിച്ച് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് അൺസാൾട്ടഡ് ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചൂടായി വരുമ്പോൾ കുറച്ച് ജീരകം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമ്മുടെ ചുവന്നുള്ളി ഇട്ട് മൊരിയിക്കാനായിട്ടിട്ട് നന്നായി ഒന്ന് മൊരിഞ്ഞ് വന്നപ്പോൾ ആ സ്റ്റോക്ക് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചു കേട്ടോ. ഇത് പനിക്കൂർക്കയുടെ ഇല ഇങ്ങനെ പിഴിഞ്ഞതായി കാരണം നമ്മൾ അരച്ചില്ല, പിഴിയാണ് ചെയ്തത്. അപ്പോൾ ഭയങ്കര കനം കുറവായിരുന്നു സൂപ്പിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്പൂൺ നമ്മുടെ കോൺഫ്ലവർ എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഇതിലിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇത്തിരി ഒന്ന് കട്ടി വന്നു. ആ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മുട്ട നന്നായി കുറച്ച് പാലോ വെള്ളമോ ചേർത്ത് ബീറ്റ് ചെയ്തതിന് ശേഷം വണ്ണത്തിൽ ഇതിലിങ്ങനെ ഒഴിച്ച് കൊടുക്കുക. അറ്റ് ദ സെയിം ടൈം മിക്സ് ചെയ്യുകയും ചെയ്യണം. അങ്ങനെ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോഴേ മുകളിലിങ്ങനെ കിടക്കണ കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പം നമ്മൾ ഒരു ബൗളിലേക്ക് കുറച്ച് നമ്മുടെ പനിക്കൂർക്ക സൂപ്പ് ചേർത്ത് കുറച്ച് കുരുമുളകും കൂടിയിട്ട് നമ്മൾ ഈവനിങ്ങിൽ ഒരു 7 മണിക്ക് കഴിച്ചു കേട്ടോ. ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് നല്ല ചൂട്ടോട് കൂടി സൂപ്പ് കുടിക്കുക ഒരു പ്രത്യേക ഫീലാട്ടോ. പിന്നെ കഴിച്ച് നോക്കിയിട്ട് ആർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല ഇത് പനിക്കൂർക്കയുടെ സൂപ്പാണെന്ന്. എന്തായാലും നല്ല പൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്, എല്ലാവരും ട്രൈ ചെയ്യണം.